எல்லாரும் சொல்ல இவனை தொழுவானா எனும் ஜனத்திறக்க காலம் எடுத்து வச்சால் சொர்க்கம் போலும் மன்னப்பட இல்லும் மினாமி அண்ணன் தனி நாடன். വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് 300 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളൊരു പോസ്റ്റ് ഇട്ടായിരുന്നു 6 മണിക്ക് കറക്റ്റായിട്ട് നമ്മൾ ഇട്ട് വന്നു, പക്ഷേ നമുക്കിടാൻ പറ്റിയില്ല. അപ്പം ഇത് 2-3 ദിവസമായി 300 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട്, അപ്പോൾ നമ്മൾ ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ചെറിയൊരു കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. വേറൊന്നുമല്ല, നമ്മളെ വയനാട്ടിൽ നിങ്ങൾക്കറിയാം ഒരു ദുരന്തം ഉണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്ന പരമാവധി പൈസ നിങ്ങൾ കൊടുക്കുക. അപ്പം ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ നമ്മുടെ 300 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞു ആയപ്പം എനിക്ക് നല്ല സന്തോഷമുണ്ട്, ഒന്നും പറയല്ല. നമ്മൾ കുറേ നാൾ ഞാനിങ്ങനെ കാത്തിരുന്നാണ് ആ ഒരു 300 സബ്സ്ക്രൈബേഴ്സ് എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ കാത്തിരുന്നതാണ്. അപ്പം ഇതേപോലെ തന്നെ ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞ് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തന്നു, അതൊക്കെ കാരണമാണ് നമ്മൾ 300 എത്തിയത്. ഇതേപോലെ തന്നെ ഒരു വീഡിയോ ഇടാം. 500 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ഇത് തന്നെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റും. ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തരുവാണെങ്കിൽ അതിടാം. പിന്നെ ഈ ഒരു 300 സബ്സ്ക്രൈബേഴ്സ് കറക്റ്റായിട്ട് നമുക്ക് 300 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞ ഒരു ദിവസമായിരുന്നു. അപ്പം നമുക്ക് 300 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞത് 10/8/2024 ആ ഒരു ഡേറ്റിലാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു 300 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതേപോലെ തന്നെ മിസ്റ്റർ SR7 എന്നൊരു ചാനൽ കൊണ്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് അവനെയും കൂടെ ഒന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് നിർത്തണം. കാരണം അവൻ നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അപ്പം അവന് അങ്ങനെ സബ്സ്ക്രൈബേഴ്സൊക്കെ വരുന്നില്ല. അപ്പം ഞാനും കൂടെ ഇങ്ങനെ എഡിറ്റ് ചെയ്തൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഇതേ സപ്പോർട്ട് തന്നെ അവനും കൊടുക്കണം. മിസ്റ്റർ SR7 എന്ന് പറയുന്ന ആ ഒരു ചാനലിന് സപ്പോർട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. നമ്മുടെ എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ഇന്നത്തെ ദിവസം നല്ലൊരു സന്തോഷം ആയിട്ടൊരു ദിവസമാണ്. ഓക്കെ, പിന്നെ മഴയൊക്കെയാണ്, എല്ലാവരും സൂക്ഷിച്ചൊക്കെ ഇരിക്കുക. നല്ല മഴയൊക്കെയാണ്, ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര മഴയൊക്കെയാണ്. അപ്പം എന്നാലും നമ്മുടെ ഈ ഒരു 300 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് എത്തിയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്കൊന്നും അറിയാത്തവർ ചിലവരൊക്കെ കാണുമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. പിന്നെ നമ്മളൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു അമ്പലത്തിൻ്റെ. അപ്പം അതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാത്തതായിരിക്കുമെങ്കിൽ ഞാൻ പറയാം. അത് നമ്മുടെ ഏറ്റുമാനൂർ അമ്പലം, മഹാദേവൻ്റെ ഏറ്റുമാനൂർ അമ്പലം എന്ന് പറയുന്ന അമ്പലം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പം അതിൻ്റെ പടിഞ്ഞാറേ നടയിൽ ഒരു ചെറിയൊരു വഴി ഉണ്ട്. ആ വഴി കയറി പോകുമ്പോൾ ശ്രീ മാരിയമ്മൻ കോവിൽ എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് നമ്മൾ അന്ന് ആ ഒരു വീഡിയോ ഇട്ടത്. പിന്നെ എന്താ പറയുക, നിങ്ങളെന്ന സപ്പോർട്ട് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഇങ്ങനെ തന്നെ അടുത്ത വീഡിയോസിലും ഒക്കെ എനിക്ക് സപ്പോർട്ട് തരണം. കാരണം നമുക്ക് ഒരു 500 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ഇനി നമുക്ക് മേടിക്കണം. അപ്പം എന്താ പറയുക, എല്ലാവർക്കും താങ്ക്സ്. വീഡിയോ കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നവരും എല്ലാവർക്കും താങ്ക്സ്. പിന്നെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ താഴെ ചെയ്യാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി സബ് ചെയ്ത് കേട്ടേക്ക് സപ്പോർട്ട് എടുക്കുക. പിന്നെ നമ്മൾ കുറേ പാർട്ട് 2 വീഡിയോസൊക്കെ ഇടാനുണ്ട്. അതൊക്കെ നമ്മൾ ഉടനെ ആയിട്ട് വരുന്നതായിരിക്കും.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. സ്കിപ്പ് അടിക്കാനുള്ള ഫിലിം നിന്ന് കണ്ടെന്ന് വിചാരിക്കുന്നു. സ്കിപ്പ് അടിക്കുന്ന ഫിലിം കണ്ട എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. അപ്പോൾ ഗായ്സ്, ഇതാണ് ആ ഒരു മിസ്റ്റർ റിസർച്ച് എന്ന് നോക്കുന്ന ആ ഒരു ചാനലിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ. അപ്പം ഇത് എന്തായാലും എല്ലാവരും നോക്കേണ്ടതാണ്. അടുത്തതായ അമ്പലത്തിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു. ആ അമ്പലം എന്ന് പറയുന്നത് ഒരു നല്ല കിടിലൻ സ്പോട്ടില്ല, നല്ല അമ്പലമാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും അവിടെയും ഒന്ന് പോകണം, നല്ലതാണ്. അവിടെയൊക്കെ പോകുന്നത് നല്ലൊരു രസമാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.